നമസ്കാരം. ന്യൂ ഇന്ത്യൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പലർക്കും അറിയാവുന്നതും എന്നാൽ കുറച്ചു പേർക്കെങ്കിലും അവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് CDMൽ ക്യാഷ് ഇടേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അത് മാത്രമല്ല, ക്യാഷ് ഇട്ട് അത് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ റീഫണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം ആ ഒരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി തന്നെ കാണുക, എങ്കിലേ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, അറിയാൻ മേലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. SBI പുതുതായി സ്ഥാപിച്ചിട്ടുള്ള CDM മെഷീനാണിത്. ഇതിലാണ് നമ്മൾ ഇന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെ ആദ്യമായിട്ട് ATM കാർഡ് എടുക്കുക. ATM കാർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ബ്ലാക്ക് പാഡ് റൈറ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി നമ്മളത് വാച്ച് ചെയ്യുക. ഇവിടെ റെസിപ്റ്റിനുള്ള പ്രിൻ്റ് പേപ്പർ അതിൻ്റെ അകത്തില്ലെന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ അതിന് അലോഡ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക, ക്യാഷ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1,00,000 രൂപ വരെയാണ് ഓൾറെഡി ഒരു സമയം നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ അലോഡ് കൊടുക്കുക. അതിനുശേഷം 99-നും 25-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നമ്മൾ ആ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. നമ്മുടെ രഹസ്യ പിൻ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യുക. റിപ്പീറ്റ് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. കൃത്യമായി തന്നെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. നമ്മുടെ ക്യാബിൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അതിൽ കൃത്യമായി തന്നെ വെക്കുക. അതിൻ്റെ മൂലയോ ഭാഗങ്ങളോ ഒന്നും മടങ്ങി ഒന്നും ഇല്ലാതെ അതിൽ ക്ലിയറായി തന്നെ അത് വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. വെയിറ്റ് ചെയ്യുക. മെഷീൻ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഷീൻ്റെ കൗണ്ടിങ് പൂർണ്ണമായി തീരുന്നവരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിലൊരു നോട്ട് നമുക്ക് റിജക്ഷൻ ആയിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരു അറ്റോ തുമ്പോ എന്തെങ്കിലും മടങ്ങിയിരുന്നതെന്നാണ് അത് റിജക്ഷൻ ആയിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അതിലോട്ട് നമ്മൾ ക്യാബിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ആഡ് മോർ ക്യാഷാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്യാബിൻ ഓപ്പണായി നമ്മൾ അതിലോട്ട് വീണ്ടും അത് വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ റീഎൻട്രി നമ്മൾ കൊടുക്കും. വീണ്ടും മെഷീൻ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. നോട്ട് കൗണ്ട് ചെയ്യുന്ന സൗണ്ട് ഓൾറെഡി നമുക്കതിൽ കേൾക്കാൻ സാധിക്കും. പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത എമൗണ്ട് കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കുക. ആ കൺഫർമേഷൻ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്നത് വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ ATM കാർഡ് റിട്ടേൺ എടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കരുത്. ഓക്കെ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം നമ്മൾ ആ ATM കാർഡ് അതിൽ നിന്ന് ഊരിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് CDMൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പലർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CDMൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അത് ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടതെന്നാണ്. അതിന് നമ്മൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ATM, നമ്മൾ ഏത് ATMൽ അല്ലെങ്കിൽ ഏത് CDMലാണോ നമ്മുടെ ക്യാഷ് നമുക്ക് ബ്ലോക്കായിരിക്കുന്നത് അതിൻ്റെ ബ്രാഞ്ചിൽ തന്നെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ബ്രാഞ്ചിൽ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് ഫോം വാങ്ങി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ.